നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. നഹൂമിന്റെ പ്രവചനം 2-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, സംഹാരകൻ നിനക്കെതിരെ കരയേറി വരുന്നു. കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, അരമുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. യഹോവ യാക്കോബിന്റെ മഹിമയെ ഇസ്രായേലിന്റെ മഹിമയെ പോലെ യഥാസ്ഥാനത്താക്കും. പിടിച്ചുപറിക്കാർ അവരോട് പിടിച്ചു പറിച്ച് അവരുടെ മുന്തിരിവള്ളികളെ നശിപ്പിച്ചു കളയുന്നുവല്ലോ. അവന്റെ വീരന്മാരുടെ പരിച ചോപ്പിച്ചിരിക്കുന്നു. പരാക്രമശാലികൾ ധൂമ്രവസ്ത്രം ധരിച്ചു നിൽക്കുന്നു. അവന്റെ സന്നാഹ ദിവസത്തിൽ രഥങ്ങൾ ഉരുക്ക് ഉലകളാൽ ജ്വലിക്കുന്നു. കുന്തങ്ങൾ ഓങ്ങിയിരിക്കുന്നു. രഥങ്ങൾ തെരുക്കളിൽ ചടിചട ചാടുന്നു. വീഥികളിൽ അങ്ങുമിങ്ങും ഓടുന്നു. തീപ്പന്തങ്ങളെ പോലെ അവയെ കാണുന്നു. അവ മിന്നൽ പോലെ ഓടുന്നു. അവൻ തന്റെ കുലീനന്മാരെ ഓർക്കുന്നു. അവർ നടക്കയിൽ ഇടറിപ്പോകുന്നു. അവർ അതിന്റെ മതിലിങ്കലേക്ക് ബന്ധപ്പെട്ട് ചെല്ലുന്നു. അവിടെ ആൾമറ കെട്ടിയിരിക്കുന്നു. നദികളുടെ ചേപ്പുകൾ തുറക്കുന്നു. രാജമന്ദിരം അഴിഞ്ഞുപോകുന്നു. അത് നിർണയിച്ചിരിക്കുന്നു. അവൾ അനാവൃതയായി അവൾ പോകേണ്ടി വരും. അവളുടെ ദാസിമാർ പ്രാവ് കുറുകും പോലെ കുറുകി മാറത്തടിക്കുന്നു. നിനവേ, പുരാതനമേ, ഒരു ജലാശയം പോലെ ആയിരിക്കുന്നു. എന്നാൽ അവർ ഓടിപ്പോകുന്നു. നിൽപ്പീൻ, നിൽപ്പീൻ, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. വെള്ളി കൊള്ളയിടുവീൻ, പൊന്നു കൊള്ളയിടുവീൻ, വീട്ടു സാമാനത്തിന് കണക്കില്ല. സകലവിധ മനോഹര വസ്തുക്കളായ സമ്പത്തുമുണ്ട്. അവൾ പാഴും വെറുമയും ശൂന്യവുമായിരിക്കുന്നു. ഹൃദയം ഉരുകിപ്പോകുന്നു. മുഴങ്കാൽ ആടുന്നു. എല്ലാ അരകളിലും അതിവേദന ഉണ്ട്. എല്ലാവരുടെയും മുഖം വിളറിയിരിക്കുന്നു. ആരും ഭയപ്പെടുത്താതെ സിംഹവും സിംഹിയും ബാലസിംഹവും സഞ്ചരിച്ചു പോകുന്ന സിംഹഗുഹയും ബാലസിംഹങ്ങളുടെ മേച്ചിൽപ്പുറവും എവിടെ? സിംഹം തന്റെ കുട്ടികൾക്ക് മതിയാകുവോളം കടിച്ചുകീറി വയ്ക്കുകയും സിംഹികൾക്ക് വേണ്ടി ഞെക്കി കൊല്ലുകയും ഇരകൊണ്ട് തന്റെ ഗുഹരങ്ങളെയും കടിച്ചു കീറിയതിനെ കൊണ്ട് തന്റെ ഗുഹകളെയും നിറയ്ക്കുകയും ചെയ്തു. ഞാൻ നിന്റെ നേരെ വരും. ഞാൻ അതിന്റെ രഥങ്ങളെ ചുട്ട് പുകയാക്കും. നിന്റെ ബാലസമൂഹങ്ങൾ വാളിന് ഇരയായിത്തീരും. ഞാൻ നിന്റെ ഇരയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയും. നിന്റെ ദൂതന്മാരുടെ ശബ്ദം ഇനി കേൾക്കയില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. 2-ാം അധ്യായത്തിലെ ആദ്യ 2 വാക്യങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ ആളുകൾ വരുമെങ്കിലും ദൈവം അവരെ യുദ്ധപ്രാപ്തരാക്കി ജയാളികളാക്കുന്ന കാര്യമാണ്. എന്നാൽ 3 മുതൽ അവസാനം വരെയുള്ള വാക്യങ്ങൾ അശൂരിന്റെ തലസ്ഥാനമായ നിനവയ്ക്കെതിരെ ശത്രുക്കൾ വന്ന് അവരെ തകർത്ത് തരിപ്പണമാക്കുന്ന കാര്യമാണ്. അവരുടെ കൃഷികളെല്ലാം ശത്രുക്കൾ തകർക്കുന്നു. അവരുടെ യുവാക്കൾ യുദ്ധത്തിൽ ചാകുന്നു. അവരുടെ സ്ത്രീകൾ സകലം ഉപേക്ഷിച്ച് പ്രാണരക്ഷാർത്ഥം ഓടുന്നു. അവരുടെ വെള്ളിയും പൊന്നും വീട്ടു സാമാനങ്ങളും ശത്രുക്കൾ കവർച്ച ചെയ്യുന്നു. ഒരു കാലത്ത് സിംഹങ്ങളെപ്പോലെ ജീവിച്ച നിനവേ നിവാസികൾ ദുർബലരായിപ്പോയി. അവരുടെ പട്ടണം പാഴ്ശൂന്യവുമായി പോയി. ദൈവം മനസാക്ഷിയിലൂടെയും തന്റെ പ്രവാചകന്മാരിലൂടെയും അറിയിച്ച വചനപ്രകാരം യഹോവയെ ഭയപ്പെടാതെ വിഗ്രഹസേവയും മദ്യപാനവും കൊണ്ട് ജീവിക്കുന്ന രാജ്യങ്ങൾ തമ്മിൽ വെട്ടി നശിക്കാൻ ദൈവം ഇടയാക്കുകയാണ്. റോമാലേഖനത്തിൽ നാം വായിക്കുന്നത്, ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവന്റെ നിത്യശക്തിയും ദൈവത്വവുമായ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ മനുഷ്യന്റെ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. എന്നാൽ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി. ജ്ഞാനികളെന്ന് പറഞ്ഞവർ മൂഢരായി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷേ എതിരാതി, നാൽക്കാലി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി അവർ മാറ്റി സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭരിച്ച് ആരാധിച്ചു. അതുകൊണ്ട് ദൈവം അവരെ അശുദ്ധിക്കും അവമാനരാഗത്തിനും ഹൃദയകാഠിന്യത്തിനും നികൃഷ്ട ബുദ്ധിക്കും ഏൽപ്പിച്ചു കളഞ്ഞു എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവമുണ്ട് എന്നുള്ളത് പ്രകൃതിയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ദൈവം ജീവിക്കുന്നു എന്നുള്ളത് മനസാക്ഷിയോടെ മനസ്സിലാക്കാൻ സാധിക്കും. ദൈവം ജീവിക്കുന്നു എന്നുള്ളത് ഇസ്രായേൽ രാജ്യത്തോട് ദൈവം ഏർപ്പെട്ടതിനെ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. ദൈവം ജീവിക്കുന്നു എന്നുള്ളത് യേശുക്രിസ്തുവിലൂടെ
യേശുവിന്റെ അത്ഭുതകരമായ ജനനം, ജീവിതം, മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം, വീണ്ടും വരവിനെ കുറിച്ചുള്ള അടയാളങ്ങൾ, ഇതൊക്കെ നിവൃത്തിയാകുന്നതിനാൽ തീർച്ചയായിട്ടും ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കാനായി സാധിക്കും. ഈ കാലത്ത് ഇസ്രായേലിൽ നടക്കുന്ന ആ യുദ്ധം ദൈവം അവരെ സഹായിക്കുന്നത്, ചുറ്റുമുള്ള സകല ശത്രുക്കളുടെ മധ്യേ ദൈവം അവർക്ക് വിരുന്നൊരുക്കുന്നത് ദൈവം ജീവിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന രാജ്യങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നു, അത് ദൈവം ജീവിക്കുന്നതിന്റെ തെളിവാണ്. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് ദൈവം അറിയിച്ചിട്ടും അശൂര് ദൈവത്തെ സ്നേഹിച്ചില്ല. അവര് ഹീനമായ പാപങ്ങൾ ചെയ്ത് വിഗ്രഹാരാധന ചെയ്തു, മദ്യപരായി ജീവിക്കാനിടയായി. അതുകൊണ്ടാണ് ദൈവം അവരെ ചെതറിച്ചത്, ദൈവം അവരെ ഉന്മൂലനാശം വരുത്തി നശിപ്പിച്ചത്. എന്നാൽ ഇസ്രായേൽ നിലവിളിച്ചപ്പോൾ, അനുതപിച്ചപ്പോൾ ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തി പൂർവ്വസ്ഥിതിയിലേക്ക്, അല്ല അതിലേറെ അനുഗ്രഹത്തിലേക്ക് ദൈവം അവരെ കൊണ്ടുവന്നു. തീർച്ചയായിട്ടും അതുകൊണ്ട് തീർന്നില്ല. ദൈവരാജ്യം ഇസ്രായേലിന് ദൈവം നൽകും. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഏവർക്കും ആ ദൈവരാജ്യ അനുഭവം ഉണ്ടാകും. അതാണ് സഭയുടെ പ്രത്യാശ, നമ്മുടെ പ്രത്യാശ. നമ്മുടെ കർത്താവിന്റെ വരവടുത്തിരിക്കുന്ന ഈ കാലത്ത് കർത്താവിനായിട്ട് ഒരുങ്ങുവാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.